മാർച്ച് 3, 2023. ഈ ദിവസമാണ് ഏറ്റവും വലിയ വിവാദകരമായ തീരുമാനത്തെ ഇന്ത്യൻ ഫുട്ബോൾ സാക്ഷ്യം വഹിച്ചത്. റഫറിയുടെ തെറ്റായ തീരുമാനത്തെ എതിർത്ത് ആ പരിശീലകനും പടയാളികളും ബാംഗ്ലൂരുവിലെ ആ മണ്ണിൽ നിന്നും മത്സരം ഉപേക്ഷിച്ച് കയറിപ്പോയ രാത്രി. വിവാദങ്ങളെ എതിർക്കാൻ മടിക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തനായി ശക്തമായി പ്രതികരിച്ച ആ പരിശീലകൻ പിന്നീട് നമ്മളിൽ ഒരാളായി മാറി. ഒരു വർഷത്തിനിപ്പുറം അതേ മണ്ണിൽ ഇറങ്ങുമ്പോൾ ആഴത്തിൽ പോറിയ ആ മുറിവിനായി പകരം ചോദിക്കുക തന്നെ ചെയ്യും. വീണ്ടും വന്നെത്തി ബാംഗ്ലൂരു എഫ്സിക്കെതിരെ ശ്രീകണ്ഠിരിവിയിൽ കൊമ്പന്മാർ ഇറങ്ങുന്ന ദിവസം. നമസ്കാരം, എവർക്കും ഡോൺസ് ക്ലാസ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ടു ബി ഓണസ്റ്റ്, ബാംഗ്ലൂരു എഫ്സി നിലവിൽ ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമാണ് കാഴ്ചവെക്കുന്നത്. അവർ 9ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ബട്ട് ദെയർ ഈസ് എ ട്വിസ്റ്റ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ശ്രീകണ്ഠിരിവിയിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നെയാണ് നമ്മളെ പ്രതിസന്ധിയിലാക്കുന്നത്. ഗോവയ്ക്കെതിരെ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ വിജയിച്ച ആ ഒരു ആത്മവിശ്വാസം മാത്രം പോരാ ഇത് മറികടക്കാൻ. ബാംഗ്ലൂർ എഫ് സി ആണെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സിയെ പരാജയപ്പെടുത്തിയിട്ടാണ് വരുന്നത്. അവർക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. പെർ പേഴ്സൺ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, ബാംഗ്ലൂർ എഫ് സിയുടെ സ്ക്വാഡ് ഡെപ്തും വളരെ സ്ട്രോങ് ആണ്. ഇന്ത്യയിലെ നമ്പർ 1 ഗോൾ കീപ്പർ ആയിട്ടുള്ള ഗുർപ്രീത് സിംഗ് സന്ധു തന്നെയാണ് ഇപ്പോഴും അവരുടെ വല കാക്കുന്നത്. ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായ സുനിൽ ഛത്രി തന്നെയാണ് ഇപ്പോഴും അവരുടെ പ്രധാന സ്ട്രൈക്കർ ആയിട്ടുള്ളത്. ഒപ്പം അക്രോബാറ്റിക് മിഡ്ഫീൽഡർ റയൻ വില്യംസും മിഡ്ഫീൽഡ് മാസ്റ്ററോ ഹാവി ഹെർണാണ്ടസും എമർജിംഗ് യങ്സ്റ്റർ ശിവശക്തി നാരായണനും ഒക്കെ ഇപ്പോഴും ബാംഗ്ലൂർ എഫ് സിയുടെ പവർ ഹൗസസുകൾ തന്നെയാണ്. ഇക്കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫറിൽ വന്നിട്ടുള്ള നിഖിൽ പൂജാരി ബാംഗ്ലൂർ എഫ് സിയുടെ ഡിഫൻസിനെ ഇപ്പോൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യുന്നുണ്ട്. സോ ദ പോയിന്റ് ഈസ് സിമ്പിൾ. ബാംഗ്ലൂർ എഫ് സി ഒരു നിസ്സാരക്കാരായ ടീമല്ല. എന്ന് വെച്ച് ബ്ലാസ്റ്റേഴ്സിന് അവരെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നും പറയാൻ പറ്റില്ല. യെസ്, ദിസ് ഈസ് ദ ടൈം ടു റീറൈറ്റ് ദ ഹിസ്റ്ററി. ഒരു പ്ലെയറിന് ഒരു ടീമുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം ആവശ്യമാണ്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിലെ ഫെഡോറിന്റെ ആ ഒരു ഗോൾ കണ്ടതിന് ശേഷം വ്യക്തമായി അദ്ദേഹത്തിന്റെ ആ ഒരു ഐസ് ബ്രേക്കിംഗ് പീരീഡ് കഴിഞ്ഞു എന്ന്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലെ മറ്റൊരു പ്രതീക്ഷയുള്ള പേര് തന്നെയാണ് ഫെദോർ ഷെർലി. കഴിഞ്ഞ മത്സരത്തിലെ സെയിം ലൈനപ്പ് തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിൽ അണിനിരത്താൻ സാധ്യത. എന്നാൽ ഡിഫൻസിലെ ഹോർമിപ്പാമും മിലോസും ആദ്യ മിനിറ്റുകളിൽ കുറച്ച് കൺഫ്യൂഷൻസ് കാഴ്ചവെച്ചെങ്കിലും വൺസ് ദേ ഗോട്ട് സ്റ്റേബിൾ ദേ വർ വെരി സ്ട്രോങ്. സോ മറ്റു പ്രഡിക്ഷനുകളൊന്നുമില്ല. പക്ഷേ ഒറ്റ കാര്യം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ടീം തന്നെയാണ്. എന്ന് വെച്ച് എപ്പോഴും തോൽക്കാൻ വിധിക്കപ്പെട്ടവരല്ല. ഇതുവരെ കഴിഞ്ഞ മത്സരങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയം ആനന്ദം കൊണ്ടെങ്കിൽ, സംതൃപ്തൻ എന്ന് തോന്നിയെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ഇനി വരാനിരിക്കുന്നത് അതിശക്തമായ കടമ്പകൾ തന്നെയാണ്. എന്നാൽ ആ കടമ്പകൾ മറികടക്കുമ്പോൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന അനുഭൂതി എന്താണെന്ന് വാക്കുകൾ കൊണ്ട് പോലും വിശേഷിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യം ഗോൾ നേടി പിൻവലിഞ്ഞ് കളിക്കാതെ നിങ്ങൾക്കായി ആ സ്റ്റേഡിയത്തിൽ അണിചേരാൻ പോകുന്ന മഞ്ഞക്കടലിന് വേണ്ടി ആക്രമിച്ച് പോരാടുക. Bangalore FC, the LOC is income.